നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നത് ഒരു സിഗ്നലാണ്. ഇന്ന് രാത്രി 12 മണിക്ക് മുൻപ് നിങ്ങളൊരു തീരുമാനമെടുക്കണം. നിങ്ങളുടെ മുന്നിൽ 3 ചിത്രങ്ങളുണ്ട്. ഇതിൽ ഒന്ന് മാത്രമാണ് നിങ്ങൾക്ക് വലിയ വാർത്ത കൊണ്ടുവരാൻ പോകുന്നത്. സ്കിപ്പ് ചെയ്യരുത്, നിങ്ങൾക്കിത് കേൾക്കേണ്ടതാണ്. നിങ്ങൾക്ക് മുന്നിൽ 3 ചിഹ്നങ്ങളുണ്ട്. ഒന്ന് ഒരു ദീപമാണ്, രണ്ടാമതായിട്ട് ഒരു ക്രിസ്റ്റൽ ബോളാണ്, മൂന്നാമതായിട്ട് ഒരു നിധിപ്പെട്ടിയാണ്. നിങ്ങൾ കണ്ണുകൾ അടച്ച് ഇഷ്ടദൈവത്തെ പ്രാർത്ഥിക്കുക. 3 സെക്കൻഡോളം നിങ്ങൾ ആ ഒരു ദൈവത്തെ മനസ്സിൽ കണ്ടതിന് ശേഷം നിങ്ങളുടെ കണ്ണുകൾ പതിയെ തുറക്കുന്ന സമയത്ത് ഇതിൽ ഏത് ചിത്രത്തിലേക്കാണ് നിങ്ങളുടെ മനസ്സ് ആകർഷിക്കപ്പെടുന്നത് അത് നിങ്ങൾ തിരഞ്ഞെടുക്കുക. ശേഷം കമന്റ് ബോക്സിൽ ആ ചിത്രത്തിന് താഴെ കൊടുത്തിരിക്കുന്ന നമ്പർ അത് രേഖപ്പെടുത്തുക. നിങ്ങൾ ഇപ്പോൾ ഇവിടെ തിരഞ്ഞെടുക്കുന്ന ഈ ഒരു ചിത്രം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കാൻ കാരണമായി തീരും എന്നുള്ളതാണ്. നമ്മളെപ്പോഴും തൊടുകുറി വീഡിയോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു സത്യമുണ്ട്. നമ്മുടെ ജീവിതത്തിലേക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാനും അതോടൊപ്പം തന്നെ ഈ ഒരു പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹം നമുക്ക് ലഭിക്കാനുമായിട്ട് ഈ ഒരു തൊടുകുറി ഫലങ്ങൾ നമ്മൾ ആത്മാർത്ഥതയോടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് വഴി, അല്ലെങ്കിൽ അത് ആത്മാർത്ഥതയോടെ കേൾക്കുന്നത് വഴി, വിശ്വസിക്കുന്നത് വഴി നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നതിൻ്റെ പിന്നിലെ കാരണം അത് തന്നെയാണ്. ആ ഒരു പ്രപഞ്ചശക്തി നമ്മളിലേക്ക് അലിഞ്ഞു ചേരും. ആ ഒരു ശക്തിയുടെ ചൈതന്യം നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും തൊടുകുറി വീഡിയോയിൽ പങ്കെടുക്കുന്ന സമയത്ത് പൂർണ്ണ വിശ്വാസത്തോടെ പങ്കെടുക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക. അതോടൊപ്പം നിങ്ങളുടെ ഇഷ്ടദൈവത്തോട്, പ്രപഞ്ചശക്തിയോട് നന്ദി രേഖപ്പെടുത്തുക. അപ്പോൾ ഇനി നമുക്ക് ഫലങ്ങളിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യാം. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഒപ്പം തന്നെ ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ, പറയുന്ന ഫലങ്ങൾ നിങ്ങൾക്ക് എത്രമാത്രം കൃത്യമായിട്ട് തോന്നുന്നുണ്ട് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും ഇതിൻ്റെ ജെന്യൂനിറ്റി, കൃത്യത എത്രമാത്രമാണ് എന്നുള്ളത് തിരിച്ചറിയാൻ അത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഫലങ്ങളിലേക്ക് കടക്കാം. ഏറ്റവും ആദ്യം തന്നെ 1-ാം നമ്പർ ചിത്രം ദീപം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. നിങ്ങൾ തിരഞ്ഞെടുത്തത് 1-ാമത്തെ ചിത്രമായിട്ടുള്ള ദീപമാണെങ്കിൽ ഇത് വെളിച്ചത്തിന്റെ വിളിയാണ് എന്ന സത്യം നിങ്ങൾ തിരിച്ചറിയുക. ദീപം എന്നത് വെളിച്ചമാണ്. വെളിച്ചം എന്നത് ഇരുട്ട് അവസാനിക്കുന്നതാണ്. നിങ്ങൾ ഈ ദീപം തിരഞ്ഞെടുത്തത് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നീണ്ടു നിന്നിരുന്ന ഒരു ഇരുണ്ട കാലഘട്ടം അവസാനിക്കാനിരിക്കുകയാണ് എന്നത് മനസ്സിലാക്കുക. ഇത് 3 കാര്യങ്ങളിൽ ഒന്നായിരിക്കാം. മാനസിക സമ്മർദ്ദം, സാമ്പത്തിക തടസ്സം, ബന്ധങ്ങളിൽ വന്ന അകലം. ഇവയിലൊന്ന് ഇപ്പോൾ മാറാൻ പോവുകയാണ്. ഈ 3 കാര്യങ്ങളിലൊന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിപ്പിക്കാൻ കാരണമായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു തടസ്സം അല്ലെങ്കിൽ ആ ഒരു കാര്യം മാറിപ്പോവുകയാണ്. ഇന്ന് രാത്രി 12 മണിക്ക് മുൻപ് സംഭവിക്കാവുന്ന ചില സിഗ്നലുകൾ അല്ലെങ്കിൽ ചില സൂചനകളെ കുറിച്ച് പറയാം. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. ഇന്ന് രാത്രി നിങ്ങൾക്ക് ഒന്നുകിൽ ഒരു ഫോൺ കോൾ വരാം, ഒരു മെസ്സേജ് വരാം, അല്ലെങ്കിൽ ഒരു അപ്രതീക്ഷിത വാർത്ത നിങ്ങളെ തേടിയെത്താം. ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് നിങ്ങൾക്കൊരു പക്ഷേ ഒരു ചെറിയ കാര്യമായി തോന്നും, പക്ഷെ അതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വലിയ മാറ്റത്തിന്റെ തുടക്കം. നിങ്ങൾ പല ദിവസമായിട്ട് ഉള്ളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് നിങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല, പക്ഷെ ദൈവത്തോട് പറഞ്ഞിട്ടുണ്ട്. ദീപം തിരഞ്ഞെടുത്തവർക്ക് ഒരു പ്രത്യേക അനുഗ്രഹം ലഭിക്കുന്ന സമയം തുടങ്ങുകയാണ് എന്നതാണ്. ഇന്ന് രാത്രി ഒരു ദീപം നിങ്ങൾ തെളിയിക്കുക. കിഴക്ക് ദിശയിൽ നോക്കി നിൽക്കുക. 3 മിനിറ്റ് കണ്ണടച്ച് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ഒരു സിഗ്നൽ അല്ലെങ്കിൽ ഒരു ലക്ഷണം, ഒരു അടയാളം ലഭിക്കും. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, പണം സംബന്ധിച്ച് നിങ്ങൾക്കൊരു ഭാരമുണ്ടെങ്കിൽ അത് പതിയെ പതിയെ കുറയാൻ പോവുകയാണ്. ഒരു പഴയ കുടിശ്ശിക നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കാം. ഒരു പുതിയ അവസരം നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടാം, അല്ലെങ്കിൽ ആരോ സഹായിക്കാനായിട്ട് മുന്നോട്ട് വരാം. ഇത് ഒരുപക്ഷെ നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിരിക്കാം, പക്ഷെ നിങ്ങളുടെ ജീവിതം മാറാൻ പോവുകയാണ് എന്നുള്ളത് അതോടുകൂടി നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾക്ക് ഒരാളോട് ഉള്ളിൽ വിഷമമുണ്ട്. അത് ഉടൻ തന്നെ സംസാരിച്ച് തീർക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. കുറച്ചു കാലങ്ങളായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ വളരെ വലിയ വിഷമത്തിലാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ഒരു വേദന നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വേദന ഇല്ലാതാവാൻ പോവുകയാണ് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുക. ഇനി അതുപോലെ തന്നെ അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്.
അതായത് ഈ ഒരു ദീപം തിരഞ്ഞെടുത്തവർ ശ്രദ്ധിക്കേണ്ട പ്രധാന മുന്നറിയിപ്പ് അതാണ് ഇനി പറയുന്നത്. ദീപം വെളിച്ചമാണ്, പക്ഷെ വെളിച്ചം തെളിയുമ്പോൾ നിഴലുകളും വ്യക്തമായിട്ട് കാണാനായിട്ട് കഴിയും. നിങ്ങളിപ്പോൾ ഒരു പോസിറ്റീവ് എനർജിയിലാണ്, അതുകൊണ്ട് തന്നെ ചെറിയ നെഗറ്റീവ് കാര്യങ്ങൾ പോലും നിങ്ങളെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇന്ന് ഒരു എനർജി ഷിഫ്റ്റ് ഉണ്ടാകുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ അനാവശ്യ തർക്കങ്ങളിൽ നിങ്ങൾ ഏർപ്പെടരുത്. മോശം വാക്കുകൾ നിങ്ങൾ ഉപയോഗിക്കരുത്. ആരെയും അറിഞ്ഞോ അറിയാതെയോ അപമാനിക്കരുത്. നെഗറ്റീവ് ചിന്തകളിൽ പിടിച്ചു നിൽക്കരുത്. ഇന്ന് പറഞ്ഞ ഒരു മോശം വാക്ക് നാളെയുടെ നല്ല അവസരം തടയാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് അടുത്തിടെയായിട്ട് അലസത, തലവേദന, ചെറിയ മാനസിക വിഷമം, ഉറക്കമില്ലായ്മ ഇവ അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വളർച്ച കാണുന്ന ചിലരിൽ നിന്നുള്ള കണ്ണേറ് അല്ലെങ്കിൽ നെഗറ്റീവ് വൈബായിരിക്കാം. ഭയപ്പെടേണ്ട, പക്ഷെ ജാഗ്രത വേണം. അതുകൊണ്ട് തന്നെ ചെറിയ ചില ആത്മീയ സംരക്ഷണ മാർഗങ്ങൾ നിങ്ങൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് സന്ധ്യാസമയത്ത് നിങ്ങൾ നിർബന്ധമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ദീപം തെളിയിക്കുക. കിടക്കുന്നതിന് മുൻപായിട്ട് ഒരു ഗ്ലാസ് വെള്ളം നിങ്ങളുടെ കിടക്കയ്ക്ക് അടുത്ത് വയ്ക്കുക. ഉറങ്ങുന്നതിന് മുൻപ് 3 പ്രാവശ്യം നിങ്ങൾ മനസ്സിൽ പ്രാർത്ഥിക്കുക, എനിക്ക് സംരക്ഷണമുണ്ട്, എനിക്ക് സംരക്ഷണമുണ്ട്, എനിക്ക് സംരക്ഷണമുണ്ട്. ഈ ഒരു കാര്യം നിങ്ങൾ ഉറങ്ങുന്നതിന് മുൻപായിട്ട് 3 തവണ പറഞ്ഞിരിക്കണം. രാവിലെ ആ വെള്ളം പുറത്തേക്ക് ഒഴിക്കുക. ഇത് നെഗറ്റീവ് എനർജി ക്ലീൻ ചെയ്യും. നിങ്ങളിലെ ആ ഒരു നെഗറ്റീവ് ഊർജത്തെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കും. നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കണം. ഈ സമയത്ത് പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുന്നത് നിങ്ങൾ ഒഴിവാക്കണം. വലിയ പണം സംബന്ധമായിട്ടുള്ള തീരുമാനങ്ങൾ ഇന്ന് നിങ്ങൾ എടുക്കരുത്. കോപത്തിൽ ആർക്കും മെസ്സേജ് അയക്കരുത്. 24 മണിക്കൂർ കാത്തിരിക്കുക, അതിനുശേഷം തീരുമാനമെടുക്കുക. ഇന്ന് രാത്രി ഒരു സ്വപ്നം നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അത് ഒരിക്കലും ഒരു സാധാരണ സ്വപ്നം പോലെ ആയിരിക്കില്ല. അതിൽ ഒരു സിഗ്നൽ ഉണ്ടാകും. നിങ്ങൾക്കൊരു പക്ഷേ അതൊരു സാധാരണ സ്വപ്നമായിട്ട് തോന്നാം, പക്ഷേ അത് ഒരു ലക്ഷണമാണ് അല്ലെങ്കിൽ ഒരു സൂചനയാണ്. രാവിലെ എഴുന്നേറ്റ ഉടൻ ആ സ്വപ്നം നിങ്ങൾ ഓർക്കാൻ ശ്രമിക്കുക. ഈ മുന്നറിയിപ്പ് നിങ്ങൾ പാലിച്ചു കഴിഞ്ഞാൽ അടുത്ത 3 ദിവസത്തിനുള്ളിൽ ഒരു നല്ല വാർത്ത നിങ്ങളെ തേടിയെത്തും. 7 ദിവസത്തിനുള്ളിൽ ഒരു പോസിറ്റീവ് മാറ്റം നിങ്ങളിൽ സംഭവിക്കും. 21 ദിവസത്തിനുള്ളിൽ ഒരു വലിയ മുന്നേറ്റം നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ കഴിയും. നിങ്ങൾ ഉറപ്പായിട്ടും ജീവിതത്തിൽ ഒരല്പം ശ്രദ്ധ കൊടുക്കുക. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതം പോലും മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു ദിവസമായിരിക്കും. ഈ ഫലങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ജാഗ്രതയിലാണ് എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇത് നിങ്ങളുടെ എനർജിയെ ശക്തമാക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ ചിത്രമായിട്ടുള്ള ദീപം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഫലങ്ങളായിട്ട് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള ക്രിസ്റ്റൽ ബോൾ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. നിങ്ങൾ തിരഞ്ഞെടുത്തത് ക്രിസ്റ്റൽ ബോൾ ആണെങ്കിൽ ഇത് ഭാവിയുടെ ജനാലയാണ്. ക്രിസ്റ്റൽ ബോൾ എന്നത് മറഞ്ഞ സത്യങ്ങൾ, പുറത്തു വരാനിരിക്കുന്ന വാർത്തകൾ, ഉള്ളിലെ ഇൻറ്റ്യൂഷണൽ പവർ ഇവയുടെ ചിഹ്നമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ താമസിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് ഇനി അധികം താമസിക്കില്ല എന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ 3 കാര്യങ്ങളിൽ ഒന്നാണ് സജീവം. നിങ്ങളെക്കുറിച്ച് ആരോ പിന്നിൽ സംസാരിക്കുന്നു. ഒരു തീരുമാനം നിങ്ങൾക്ക് അറിയാതെ എടുക്കപ്പെടുന്നു, അല്ലെങ്കിൽ നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു മറുപടി വൈകുന്നു. ഈ 3-ൽ ഒന്നാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്. ക്രിസ്റ്റൽ ബോൾ പറയുന്നത് സത്യം പുറത്തു വരാൻ സമയമെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അടുത്ത 7 ദിവസത്തിനുള്ളിൽ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളിപ്പോൾ ഒരാളുടെ മെസ്സേജിനോ അല്ലെങ്കിൽ ഒരു അവസരത്തിനോ കാത്തിരിക്കുകയാണ്. ആ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങളെ തേടി വരും. പക്ഷെ അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലല്ല വരിക. ഒരു ചെറിയ വാക്ക് ഒരു ചെറിയ സൂചനയായി വരും. അതിനെ ലഘുവായി കാണരുത് എന്നുള്ളതാണ് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾക്കുള്ളിൽ ഇപ്പോൾ ഒരു ഫീലിംഗ് ഉണ്ട്, എന്തോ ഒളിഞ്ഞിരിക്കുന്നു, എന്തോ പറയാത്ത കാര്യമുണ്ട്. ആ ഫീലിംഗ് 70% ശരിയാണ്. ക്രിസ്റ്റൽ ബോൾ തിരഞ്ഞെടുക്കുന്നവർക്ക് ഒരു പ്രത്യേക കഴിവുണ്ട്. അവർക്ക് മുൻകൂട്ടി ചില മാറ്റങ്ങൾ അനുഭവപ്പെടും. നിങ്ങളിപ്പോൾ ഒരു അത്യന്തം സെൻസിറ്റീവ് എനർജി ഫേസിലാണ്. ക്രിസ്റ്റൽ ബോൾ തിരഞ്ഞെടുത്തവർ സാധാരണ ആളുകളല്ല. അവർക്ക് മുന്നറിയിപ്പുകൾ ആദ്യം ലഭിക്കും. ഇപ്പോൾ നിങ്ങളുടെ ചുറ്റും ഒരാളുണ്ട്. അവൻ അല്ലെങ്കിൽ അവൾ വളരെ മധുരമായിട്ട് സംസാരിക്കുന്നു. പക്ഷേ ശ്രദ്ധിക്കുക, വാക്കുകൾ വലിയതായിരിക്കും, വാഗ്ദാനങ്ങൾ ശക്തമായിരിക്കും, പക്ഷേ ആക്ഷൻ കുറവായിരിക്കും. ഇതാണ് ആദ്യ സൈൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇവൻ അല്ലെങ്കിൽ ഇവൾ ശരിക്കും സീരിയസ് ആണോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് വെറുതെയല്ല. ഈ ആളിന്റെ ഉദ്ദേശം എന്തായിരിക്കും എന്നുള്ളതിന്റെ 3 സാധ്യതകൾ പറയാം. നിങ്ങളിൽ നിന്ന് ഒരു സഹായം വേണം. നിങ്ങളുടെ വിജയം കണ്ട ഒരു അസൂയ ഇവർക്കുണ്ട്. മൂന്നാമതായിട്ട് സ്വന്തം കാര്യം പൂർത്തിയാക്കാൻ നിങ്ങളെ ഉപയോഗിക്കണം. ഇത് കർശനമായി നെഗറ്റീവ് എനർജി അല്ല, പക്ഷെ 100% ശുദ്ധമായതുമല്ല.
ഇനി നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത 3 കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ഭാവി പ്ലാൻ മുഴുവനായിട്ടും മറ്റൊരാളോട് പറയരുത്. പണം സംബന്ധിച്ച കാര്യങ്ങൾ പങ്കുവയ്ക്കരുത്. വ്യക്തിപരമായിട്ടുള്ള ദുർബലതകൾ തുറന്നു പറയരുത്. ഈ വരുന്ന 7 ദിവസങ്ങൾ നിങ്ങൾ ജാഗ്രതയോടെ ഇരിക്കേണ്ട സമയമാണ്. ഈ ആളോട് ഒരു ചെറിയ കാര്യത്തിൽ പോലും ഇല്ല എന്ന് പറഞ്ഞു നോക്കുക. അവരുടെ പ്രതികരണം നിങ്ങൾ നോക്കുക. അവർ മനസ്സിലാക്കി ശാന്തമാണോ, അല്ലെങ്കിൽ പെട്ടെന്ന് സ്വഭാവം മാറുന്നുണ്ടോ? അവിടെ സത്യം നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. ഇതൊരു ചെറിയ ടെസ്റ്റാണ്. അതായത് നിങ്ങൾ അങ്ങനെ പറയുന്ന സമയത്ത് അവരുടെ ആ ഒരു പ്രതികരണം എങ്ങനെയാണ് എന്നുള്ളതിലൂടെ നിങ്ങൾക്ക് അവരെ മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇനി അതുപോലെ തന്നെ ബന്ധങ്ങളിൽ മറഞ്ഞ ഒരു സത്യമുണ്ട്. നിങ്ങൾക്ക് ഒരാളോടൊരു സംശയമുണ്ടെങ്കിൽ, ഇവൾ മുഴുവൻ സത്യം പറയുന്നില്ല എന്നൊരു ഫീലിംഗ് ഉണ്ടെങ്കിൽ അടുത്ത 5 ദിവസത്തിനുള്ളിൽ ഒരു ക്ലൂ നിങ്ങൾക്ക് ലഭിക്കും. അത് ഒരുപക്ഷെ ഒരു മെസ്സേജ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരാളുടെ വാക്കിലൂടെ ആയിരിക്കാം. ഇത് തിരിച്ചറിയാനായിട്ട് ഇന്ന് രാത്രി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഒരു വെള്ള പേപ്പറിൽ നിങ്ങളുടെ പേരെഴുതുക. അതിൻ്റെ തൊട്ടു താഴെയായിട്ട് എനിക്ക് സത്യം മാത്രം വേണം എന്ന് എഴുതുക. അത് തലയണയ്ക്കടിയിൽ വയ്ക്കുക. രാവിലെ എഴുന്നേറ്റപ്പോൾ നിങ്ങളുടെ മനസ്സിലെ ആദ്യ ഫീലിംഗ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവം നിങ്ങൾക്ക് വരുന്ന 7 ദിവസത്തിനുള്ളിൽ വ്യക്തമാകും. ഒരു ബന്ധം ശക്തമാകും, അല്ലെങ്കിൽ ഒരു ബന്ധം സ്വയം അകന്നു പോകും. പക്ഷേ ഒന്നുറപ്പാണ്, ഈ വരുന്ന 7 ദിവസത്തിനുള്ളിൽ നിങ്ങളൊരു സത്യം അറിയും. നിങ്ങൾ തെറ്റായ ആളുകളിൽ നിന്നും രക്ഷപ്പെടും. നിങ്ങളിപ്പോൾ ഒരു വഴിത്തിരിവിൽ നിൽക്കുകയാണ്. പുറത്തുനിന്ന് എല്ലാം നോർമൽ പോലെ തോന്നും, പക്ഷെ ഉള്ളിൽ നിങ്ങളൊരു വലിയ തീരുമാനം ചിന്തിക്കുകയാണ്. നിങ്ങൾക്കിപ്പോൾ 2 ഓപ്ഷനുകളുണ്ട്. സുരക്ഷിതമായിട്ടുള്ള പഴയ വഴി, പുതിയൊരു അവസരം പക്ഷേ റിസ്ക് ഉള്ളത്. ക്രിസ്റ്റൽ ബോൾ പറയുന്നത് നിങ്ങളുടെ വളർച്ച പഴയ സ്ഥലത്ത് മുഴുവൻ ലഭിക്കില്ല എന്നതാണ്. പക്ഷെ പെട്ടെന്ന് ചാടരുത്. അടുത്ത 3 മുതൽ 7 ദിവസത്തിനുള്ളിൽ ഒരു ഓഫർ, അല്ലെങ്കിൽ ഒരു നിർദ്ദേശം, അല്ലെങ്കിൽ ഒരു ആശയം നിങ്ങളെ തേടിയെത്തും. അത് ചെറിയതായിരിക്കാം, പക്ഷെ അതിൽ വലിയ ഒരു സാധ്യത ഒളിഞ്ഞിരിക്കുന്നുണ്ടാകാം. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സാമ്പത്തിക ആശങ്കയുണ്ട്. ഒരു കുടിശ്ശികയുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ഒരു ലോണുമായിട്ട് ബന്ധപ്പെട്ട, അല്ലെങ്കിൽ സ്ഥിരതയില്ലാത്ത വരുമാനവുമായിട്ട് ബന്ധപ്പെട്ട ഈ സമ്മർദ്ദം കുറയാൻ തുടങ്ങുന്നതായിരിക്കും. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുക. വലിയ നിക്ഷേപത്തിൽ ചെന്ന് ചാടരുത്. അത് ഉടൻ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കില്ല. 21 ദിവസത്തിനുള്ളിൽ പണം സംബന്ധിച്ച് ഒരു വ്യക്തത നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്കൊരു ടാലന്റ് ഉണ്ട്, പക്ഷെ അത് നിങ്ങൾ മുഴുവനായിട്ടും ഉപയോഗിക്കുന്നില്ല എന്നതാണ് സത്യം. ക്രിസ്റ്റൽ ബോൾ പറയുന്നത് സൈഡായി തുടങ്ങുന്ന ചെറിയ പരിശ്രമം പോലും 3 മാസത്തിനുള്ളിൽ വലിയ വഴിയായിട്ട് മാറാമെന്നുള്ളതാണ്. ഇപ്പോൾ തുടങ്ങുന്ന ചെറിയ പ്ലാൻ ഭാവിയിൽ പ്രധാന വരുമാനമാകും. ആരും നിങ്ങളോട് ഒരു ജോലി അല്ലെങ്കിൽ ബിസിനസ് ഓഫർ പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ അതേ പറയരുത്. ഡീറ്റെയിൽസ് ചോദിക്കുക. എഴുതി കിട്ടുന്ന ഉറപ്പ് നോക്കുക. മധുരവാക്കുകൾ മാത്രം കേട്ട് തീരുമാനമെടുക്കരുത്. നിങ്ങളുടെ ജീവിതം വലിയ ഉയർച്ചയിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, എൻ്റെ വളർച്ച തുടങ്ങുന്നു. ഇത് നിങ്ങളിലെ ആത്മവിശ്വാസം ഉയർത്താൻ സഹായിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 2ാമത്തെ ചിത്രമായിട്ടുള്ള ക്രിസ്റ്റൽ ബോൾ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഫലങ്ങളായിട്ട് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് 3ാമത്തെ ചിത്രമായിട്ടുള്ള നിധിപ്പെട്ടി തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. നിധിപ്പെട്ടി എന്നത് മറഞ്ഞിരിക്കുന്ന ഭാഗ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്രതീക്ഷിത സാമ്പത്തിക നേട്ടത്തെയാണ് കാണിക്കുന്നത്. വിലമതിക്കാനാകാത്ത ഒരു അവസരത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് താമസിച്ചെങ്കിലും ഉറപ്പുള്ള വിജയം എന്ന ചിഹ്നമാണ്. നിങ്ങൾ ഒരുപാട് സമയം കാത്തിരുന്നു, ഒരു പണം ലഭിക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു ജോലി സ്ഥിരമാകാനായിട്ട്, അല്ലെങ്കിൽ ഒരു വലിയ അവസരം തുറക്കപ്പെടാനായിട്ട്. ഇപ്പോൾ ആ കാത്തിരിപ്പിന്റെ അവസാന ഘട്ടത്തിലാണ് നിങ്ങൾ. നിധിപ്പെട്ടി തുറക്കാൻ പോവുകയാണ്. അടുത്ത 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് പണം സംബന്ധിച്ച് 3 സാധ്യതകളിൽ ഒന്ന് സംഭവിച്ചിരിക്കും. പഴയ കുടിശ്ശിക തിരിച്ചു കിട്ടൽ. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പണം തിരികെ ലഭിക്കാനുണ്ടെങ്കിൽ, അതിൽ ഏതെങ്കിലും തടസ്സങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ ആ തടസ്സങ്ങളെല്ലാം മാറി ആ പണം നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. പുതിയ വരുമാന മാർഗം നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടും. അപ്രതീക്ഷിത സഹായം, അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് എന്ന പോലെ നിങ്ങളെ ഒരാൾ സഹായിക്കും. അത് വളരെ ചെറിയൊരു തുകയായിരിക്കാം, പക്ഷെ അതാണ് വലിയ മാറ്റത്തിന്റെ തുടക്കം. ഇപ്പോൾ നിങ്ങളുടെ ചുറ്റും ഒരു അവസരമുണ്ട്, പക്ഷെ നിങ്ങൾ അതിനെ പൂർണ്ണമായിട്ടും ശ്രദ്ധിച്ചിട്ടില്ല എന്നതാണ് സത്യം. ഒരുപക്ഷെ അതൊരു ചെറിയ ബിസിനസ് ഐഡിയ ആകാം, ഒരു സൈഡ് ഇൻകം ആകാം, ഒരു കോണ്ടാക്റ്റ് ആകാം. ഇതിലൊന്നാണ് നിങ്ങളുടെ നിധി. നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു പ്രധാന മുന്നറിയിപ്പുണ്ട്. നിധിപ്പെട്ടി തുറക്കുമ്പോൾ 2 തരം ആളുകൾ നിങ്ങൾക്ക് ചുറ്റും വരും, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരും. നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നവർ, നിങ്ങളുടെ വിജയം കണ്ട് അസൂയപ്പെടുന്നവർ. ഇപ്പോൾ നിങ്ങളുടെ പ്ലാനുകൾ എല്ലാവരോടും നിങ്ങൾ പറയരുത്.
നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങളുടെ വിജയങ്ങൾ ഒന്നും തന്നെ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യരുത്. ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടെ ഉത്തമ കൂട്ടുകാരനായിട്ട്, വിശ്വാസിയായിട്ട്, വിശ്വസ്തനായിട്ടുള്ള ഒരു സുഹൃത്തായിട്ട് കാണുന്ന വ്യക്തി നിങ്ങളെ അങ്ങനെ കാണണമെന്നില്ല. ചിലപ്പോൾ അവരുടെ ഒരു നെഗറ്റീവ് ഊർജം പോലും നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സൈലന്റ് ആയിട്ട് മുന്നോട്ട് പോവുക. അടുത്ത 7 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്കൊരു തീരുമാനം എടുക്കേണ്ടതായിട്ട് വരും. സുരക്ഷിതമായിട്ട് തുടരണോ അല്ലെങ്കിൽ ഒരു ചെറിയ റിസ്ക് എടുക്കണോ? നിധിപ്പെട്ടി പറയുന്നത് ചെറിയ ധൈര്യം വലിയ നേട്ടം തരും എന്നുള്ളതാണ്. എന്നാൽ ആത്മീയ ധന ആകർഷണത്തിനായിട്ട് നിങ്ങൾ ചെറിയൊരു പരിഹാരം കൂടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇന്ന് രാത്രി ഒരു മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം അല്ലെങ്കിൽ തുണി സമീപത്ത് കിടക്കുന്നതിൻ്റെ സൈഡിലായിട്ട് വയ്ക്കുക. അതിൻ്റെ മുകളിലായിട്ട് ഒരു ദീപം തെളിയിക്കുക. എൻ്റെ ഭാഗ്യം തുറക്കുന്നു എന്ന് 5 പ്രാവശ്യം പറയുക. ശേഷം ആ ദീപം അണച്ചതിന് ശേഷം നിങ്ങൾക്ക് ഉറങ്ങാവുന്നതാണ്. ഇത് നിങ്ങളുടെ മനസ്സിനെ സമൃദ്ധിയിലേക്ക് നയിക്കും. 7 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഒരു സൂചന ലഭിക്കാം. 15 ദിവസത്തിനുള്ളിൽ ഒരു പണം സംബന്ധിച്ച വാർത്ത നിങ്ങളെ തേടിയെത്താം. 30 ദിവസത്തിനുള്ളിൽ ഒരു വ്യക്തമായിട്ടുള്ള മുന്നേറ്റം നിങ്ങൾക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും. ഇതൊരിക്കലും പണം മാത്രമാണ് എന്ന് പറയില്ല. നിങ്ങളുടെ വില മനസ്സിലാക്കുന്ന ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂടുതൽ അടുക്കുന്നതുമാകാം. തന്മൂലം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാം. നിങ്ങൾക്ക് സമാധാനം കൈവരാം. ജീവിതത്തിൽ സന്തോഷം തേടിയെത്താം. എന്തൊക്കെയോ നേടി എന്നുള്ള ഒരു തോന്നൽ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് വരാം. നിധിപ്പെട്ടി തിരഞ്ഞെടുക്കുന്നവർക്ക് ഒരു ഉറപ്പുണ്ട്. നിങ്ങൾ ദാരിദ്ര്യത്തിൽ കഴിയാൻ ജനിച്ചിട്ടില്ല. നിങ്ങൾക്ക് സമൃദ്ധിയുണ്ട്. പക്ഷേ ക്ഷമയും വിവേകവും വേണം. ഈ ഫലങ്ങളിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ നിധി തുറക്കുന്നു എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടിയെത്താൻ ഇത് കാരണമാകും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 3ാമത്തെ ചിത്രമായിട്ടുള്ള നിധിപ്പെട്ടി തിരഞ്ഞെടുത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളായിട്ട് പറയാനുള്ളത്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നന്ദി.